ഒരു പുതിയ സംഭവമേ അല്ല. നമ്മൾ കേട്ട് 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 തലമരവിച്ച തട്ടിപ്പ് തന്നെയാണ്. പക്ഷേ പുതിയ പുതിയ അതിൻ്റെ വേർഷൻസ് ഇങ്ങനെ ഡേ ബൈ ഡേ വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് പറയുവാണ്, വാട്സപ്പ് വഴി നടക്കുന്ന പുതിയ തട്ടിപ്പ് രീതി രാജ്യത്തെ ബാങ്ക് ഉപഭോക്താക്കൾക്ക് ഗുരുതര ഭീഷണിയാവുന്നു. ഒരു വീഡിയോ കോൾ മാത്രം അറ്റൻഡ് ചെയ്താൽ പോലും അക്കൗണ്ടിലെ മുഴുവൻ തുകയും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന് സൈബർ സുരക്ഷാ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി. വീഡിയോ കോൾ വരുമ്പോൾ നമ്മൾ അവർ സംസാരിച്ച് കഴിഞ്ഞ് നമ്മൾ ഫോൺ വെച്ച് കഴിയുന്ന ഉടനെ മറ്റൊരു മെസ്സേജ് നമുക്ക് വരും. അത് ബാങ്കിൽ നിന്ന് തന്നെയായിരിക്കും, ഒറിജിനൽ ബാങ്കിൽ നിന്ന്. നിങ്ങളുടെ അക്കൗണ്ട് 0 ബാലൻസ് ആണ്, മിനിമം ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളതിലേക്ക് എൻ്റെ നീ ഉണ്ടായിരുന്നല്ലോ കാശ്. അതെല്ലാം ഈ വീഡിയോ കോളിലൂടെ പോയിട്ടുണ്ടാവും പോലും. അതായത് ഈ വീഡിയോ കോളിലൂടെ അവർ പല കാര്യങ്ങളും ചോദിക്കും. നിങ്ങളുടെ സ്ക്രീൻ ഷെയർ ചെയ്ത് തരാനൊക്കെ പറയും. നമ്മൾ അങ്ങോട്ട് കൊടുക്കുകയാണല്ലോ, നമ്മൾ ഉദാര മനസ്കരല്ലേ. അപ്പോൾ നമ്മൾ സ്ക്രീൻ ഷെയർ ചെയ്ത് കൊടുക്കും. അവരത് ഷെയർ ചെയ്ത് അവരവരുടെ കാര്യങ്ങളൊക്കെ നടത്തി കാശും കൊണ്ട് അവരങ്ങ് പോകുന്നു. മനസ്സിലായില്ലേ? അല്ലാണ്ട് പണ്ട് ഇങ്ങനെ OTP പറയൂ, മറ്റത് പറയൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരിപാടിയാണെങ്കിൽ ഇപ്പോൾ അങ്ങനെ OTPൻ്റെ പരിപാടിയൊന്നുമില്ല. അപ്പോൾ സ്ക്രീൻ ഷെയറിങ്ങിലൂടെ വീഡിയോ കോളിലൂടെ കാശ് മുഴുവൻ തുടച്ച് നക്കി കൊണ്ടു. എങ്ങനെ ശ്രദ്ധിക്കാനാണെന്ന് നമുക്ക് അറിയില്ല. ആക്ച്വലി ഇതിപ്പോൾ നമ്മളാണോ ശ്രദ്ധിക്കേണ്ടത്, അതോ ഗവൺമെൻറ് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാണോ വേണ്ടതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അവരല്ലേ ഇതിനെ പ്രതിരോധിക്കാനുള്ള ഒരു മാർഗം നമുക്ക് കണ്ടെത്തി തരേണ്ടത്. ഈ മൊബൈൽ ബാങ്കിങ് ഉപയോഗിക്കുന്ന ആൾക്കാരെല്ലാം ഭയങ്കരമായ ബുദ്ധിയും വിവരമുള്ള ആൾക്കാരാണെന്നില്ലല്ലോ, അല്ലേ? അതുകൊണ്ട് ഇതിന് സുരക്ഷ നൽകേണ്ടത് ഗവൺമെൻറ് ആണ്. അതിനുള്ള മാർഗം ഗവൺമെൻറ് കണ്ടെത്തുക. എന്നിട്ട് പറയണം ഡിജിറ്റൽ ഇന്ത്യ.